രാഹുലേട്ട നിലവിൽ കേരള പോലീസ് അസോസിയേഷനിൽ തന്നെ വെട്ട് സംഭവിച്ചിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് ഒരു അഴിച്ചുപണി ഈ പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുകയാണ്. ഇതോടെ പോലീസിനകത്തെ രാഷ്ട്രീയ കളികൾക്ക് വിരാമമാകുമോ? തീർച്ചയായിട്ടും ഇതൊരു നമുക്കറിയാം, പോലീസിനെ സംബന്ധിച്ച് രാഷ്ട്രീയം കൃത്യമായിട്ട് ഉള്ള ആളുകൾ തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് SI നിയമനങ്ങൾ ആവശ്യമില്ലാതെ ഓരോ സ്റ്റേഷനുകളിലും ആവശ്യമില്ലാതെ SI തസ്തികളൊക്കെ വെറുതെ കൊടുക്കുകയായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ തന്നെ വാർത്ത ചെയ്തിട്ടൊരു വിഷയമാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം പല ഉദ്യോഗസ്ഥരും, അതായത് പിണറായി വിജയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടിക്കൊന്നും പോകണ്ട, വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നാൽ മാത്രം മതി, അങ്ങനെ കുറേ പോലീസുകാരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എല്ലാം തിരിച്ച് സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ കാലങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ SI തസ്തികൾ ഒരുപാടുണ്ടാക്കിയിട്ട് എല്ലാ സ്റ്റേഷനുകളും ആവശ്യമില്ലാതെ ഓരോ SI തസ്തികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആളില്ലാത്ത സ്റ്റേഷനിൽ പോലും, അധികം പണിയില്ലാത്ത സ്റ്റേഷനിൽ പോലും ഓരോ SI തസ്തികൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പാർട്ടിക്ക് ഓരോ സ്ഥലങ്ങളും നിയന്ത്രിക്കാനും അവിടെ കൈകാര്യം ചെയ്യാനും വേണ്ടിയിട്ട് പാർട്ടി കൃത്യമായിട്ട് ഓരോ ആളുകളെ നിയമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് UDF സർക്കാരാണ്. അപ്പോൾ UDF സർക്കാരിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പോലീസ് സേനയിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ചോർന്നു പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ LDF സർക്കാരായിരുന്നെങ്കിൽ LDF സർക്കാരിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആളുകളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാർട്ടി പറയുന്നത് അതേപോലെ അനുസരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ചില സമരങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില പോലീസുകാർ അനാവശ്യമായിട്ട് ആക്രോശിച്ചുകൊണ്ട് വരുന്നതും അവർ ചില വിഷയങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ. ഇതെല്ലാം ചില പോലീസുകാർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയം ഉണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്, ഇത് ഒരു സംഘർഷഭരിതമാക്കി കഴിഞ്ഞാൽ ഈ സർക്കാരിനെ നാണം കെടുത്താം. അങ്ങനെ പോലീസിലെ ചില ആളുകൾ കൃത്യമായിട്ട് രാഷ്ട്രീയം ദുരുപയോഗം ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ചില ആളുകൾക്ക് വേണ്ടിയിട്ട്, ചില ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ ഒരു കളിപ്പാവകളെ പോലെ പോലീസുകാരെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അവസാനം നമുക്കറിയാം, പോലീസുകാർ കൈ പൊലത്തി കാണിക്കും. ഇപ്പം തന്നെ നമ്മൾ ആലപ്പുഴ MLA AD തോമസിൻ്റെ കാര്യം എടുത്ത് വെച്ച് പരിശോധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ അതിൽ പോലീസുകാർ ആക്രമിക്കുന്നൊരു സാഹചര്യമുണ്ടായി, കേസെടുക്കുന്നൊരു സാഹചര്യമുണ്ടായി. ആ കേസിൽ നമ്മുടെ ADGP ആയിട്ടുള്ള MR അജിത് കുമാർ കൃത്യമായിട്ട് ഇടപെട്ടു എന്ന് പോലീസുകാർ കരഞ്ഞു പറയുന്നൊരു സാഹചര്യമുണ്ടായി. അവിടെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല, അവർ തന്നെ ചെയ്തു, നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ അവരുടെ പേരിൽ തന്നെ ആക്ഷൻ എടുത്തോളാൻ പറയുന്നൊരു സാഹചര്യം. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുകളിൽ ഇരിക്കുന്ന പോലീസുകാർ ഇവരെ ബലിയാടാക്കുകയാണ് ചെയ്യുന്നത്. പല പോലീസുകാരും ഇങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. ഈ ഭരണം മാറുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അസോസിയേഷൻ്റെ കാര്യം, പോലീസ് അസോസിയേഷൻ്റെ കാര്യം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് അസോസിയേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു അസോസിയേഷൻ, അതായത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ആ അസോസിയേഷനാണ് പിരിച്ചുവിട്ടിട്ട് അതിൻ്റെ ബാക്കി ആസ്തികളെല്ലാം മറ്റ് 2 അസോസിയേഷനിലേക്കും കൊടുക്കും. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സിവിൽ പോലീസ് തൊട്ട് ഗ്രേഡ് SIമാർ വരെയുള്ള ആളുകൾക്ക്, അതെ, അത്രയും ആളുകൾക്ക് പോലീസ് അസോസിയേഷനും, ബാക്കി SI മുതൽ നോൺ IPS ആയിട്ടുള്ള പോലീസുകാർക്കും IPS SP മാർ വരെയുള്ള ആളുകൾക്ക് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനും അതിലേക്കും മാറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെല്ലാം, ഈ പോലീസ് അസോസിയേഷനെ തന്നെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന വിഷയം നമ്മൾ കണ്ടതാണ്. അതായത് പോലീസുകാരെ SFIക്കാർ അടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ ചെന്ന് പോലീസുകാർ SFIക്കാരെ അടിക്കുന്നു. അതിൻ്റെ പ്രതികാരമായിട്ട് വീട്ടിൽ നിന്നും ഫാമിലിയായിട്ട് പോകുന്ന പോലീസുകാരെ മാളിലൊക്കെ പോയി SFIക്കാർ തല്ലുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ പേരിൽ, അതായത് തുടർച്ചയായിട്ട് ഈ വിഷയം ഉണ്ടാകുമ്പോൾ പ്രതികാര നടപടി പോലെ ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് പോലീസുകാരെ അടിച്ചിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ പോലീസ് അസോസിയേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ വിവാദം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചിലരിതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ചിലരിതിനെ പ്രതികൂലിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് പോലീസിനെ തന്നെ, പോലീസ് സംവിധാനത്തെ തന്നെ മോശമായി ബാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം ഇവർ ഡ്യൂട്ടി ചെയ്യാനാണ് പോലീസുകാരെല്ലാം വരുന്നത്. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ തല്ലുമ്പോഴും മുട്ടിന് താഴേക്ക് തല്ലണം എന്നാണ് യഥാർത്ഥത്തിൽ നിയമം. പോലീസുകാരൊന്നും അങ്ങനെ നോക്കാറൊന്നുമില്ല. പലരും തലമണ്ട പൊട്ടുന്ന രീതിയിലായിരിക്കും അടിക്കുന്നത്. അവരെ സംബന്ധിച്ച് അടിച്ച് വിട്ടാൽ മതി എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇതെല്ലാം മാറി വരികയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല
ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരുപാട് പദ്ധതികൾ പോലീസ് സംവിധാനത്തിൽ കൊണ്ടുവന്നു. ആദ്യം തന്നെ അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതി എന്താണ്? ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതിയാണ്. ലഹരി മരുന്ന് മാഫിയെ കൃത്യമായിട്ട് നേരിടാൻ വേണ്ടിയിട്ടാണ്. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഇതിലും പോലീസുകാർക്കും കൃത്യമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ട്. അങ്ങനെയുള്ള പോലീസുകാരെ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസുകാർ പലരും ഇതെല്ലാം നിർത്തി വീണ്ടും, അതായത് ഈ ഗുണ്ടകളുമായിട്ട് പോലീസുകാർക്കെല്ലാം ബന്ധമുണ്ട്. പല പോലീസുകാർക്കും കേരളത്തിലെ പല ഗുണ്ടകളുമായിട്ട് ബന്ധമുണ്ട്. ഈ ഗുണ്ടകളെ വളർത്തുന്നതിലൊരു പങ്ക് കേരളത്തിലെ പോലീസിനുമുണ്ട്. ഈ ലഹരി മാഫിയ നമ്മൾ എപ്പോഴും പറയും, ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഇത്രയും സംവിധാനങ്ങളെ പിടിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതിനെല്ലാം ഒത്താശ ചെയ്തിരുന്നത് ഇവിടുത്തെ സംവിധാനങ്ങൾ തന്നെയായിരുന്നു. വലിയൊരു തുക എല്ലാവർക്കും കൃത്യമായിട്ട് ശമ്പളം കൂടാതെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം തടയിടാനായിട്ട് രമേശ് ചെന്നിത്തല പോലീസ് സംവിധാനത്തെ മുഴുവൻ അഴിച്ചു പണിയുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ സീറോ എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്നു. അതായത് കൈക്കൂലി വാങ്ങിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് പദ്ധതികളുമായിട്ട് വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കൂടെയാണ് പോലീസ് സേനയെ മുഴുവൻ, ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ആദ്യം തന്നെ SI പരിഷ്കരണമാണ്. അനാവശ്യ തസ്തികളെല്ലാം ഒഴിവാക്കി. വെറുതെ റോഡിലിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാം ഓഫീസ് സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് ഇടുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പോലീസ് സ്റ്റേഷനകത്ത് SIമാർ ആവശ്യമല്ലേ? അതായത് ഓരോ പോലീസ് സ്റ്റേഷനിലും കൃത്യമായിട്ട് ഇത്ര ആളുകൾ വരുന്ന ഒരു സ്റ്റേഷൻ, അല്ലെങ്കിൽ ഇത്ര ക്രൈം നടക്കുന്ന ഒരു സ്റ്റേഷൻ, ക്രൈം കൂടുതലുള്ള സ്റ്റേഷനുകളാണെങ്കിൽ നമുക്ക് വേർതിരിച്ചു കൊടുക്കാം. ഒരു ക്രൈമും ഇല്ലാത്ത, ക്രൈമൊന്നും അധികം നടക്കാത്ത സ്റ്റേഷനിൽ എന്തിനാണ് SI തസ്തിക? വെറുതെ ഒരു ഓഫീസറിനെ അധികം ഇടുകയാണ്. അധിക ഭാരമാണ് സർക്കാരിനെ സംബന്ധിച്ച്. അവരെ മറ്റുള്ള കേസിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലീസുകാരില്ല, ജോലി നോക്കാൻ പോലീസുകാരില്ല. പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടാണ്? പണി ചെയ്യാൻ ആളെ കിട്ടാത്തൊരവസ്ഥയായി. പോലീസുകാരെ എല്ലാം പാർട്ടി, അതായത് ഓരോ മന്ത്രിമാർക്കും MLAമാർക്കും ഓരോ പോലീസുകാരെ കൊടുക്കുകയാണ്. ബാക്കിയുള്ള പോലീസുകാരെ ഇത്തരത്തിൽ SI തസ്തികയിലും മറ്റ് തസ്തികയിലും ഇട്ടിരിക്കുകയാണ്. ക്രൈം നോക്കാനും കേസ് അന്വേഷിക്കാനുമായിട്ട് പോലീസുകാരില്ലാത്തൊരവസ്ഥ വന്നു. പിന്നെ ഈ പോലീസുകാർക്ക് ഓവർ പണി, ബാക്കി ഉള്ള തസ്തികൾ ഫില്ല് ചെയ്യണ്ടേ? പോലീസ് സംവിധാനത്തിലാണെങ്കിൽ പോലും ജോലി ചെയ്യാൻ ആളെ കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്ന വാർത്ത വരുന്നൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ, അവരുടെ മനോനില തെറ്റുന്നൊരു അവസ്ഥ ഉണ്ടായി. ഈ കണ്ടിന്യൂസ് ആയിട്ട് വർക്കല്ലേ. ഒരു പോലീസുകാരന് അവൻ്റെ സ്വന്തം വീട്ടിൽ നടക്കുന്നൊരു ഫംഗ്ഷന് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒരു കല്യാണം വന്നാൽ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ എങ്ങും പോകാൻ കഴിയാത്തൊരു സാഹചര്യം മാത്രം ഒതുങ്ങി നിന്ന വിഷയങ്ങളാണോ ഇത്? കുറെ കാലങ്ങളായി നമ്മുടെ പോലീസ് സംവിധാനത്തിലുള്ള വിഷയം. ഇത് അഴിച്ചുപണി നടത്താത്തതുകൊണ്ടാണ്. അതായത് ഈ 10 വർഷക്കാലമായിട്ട് സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് CPMൻ്റെ കൃത്യമായിട്ട്, അതായത് ആ പൊളിറ്റിക്കൽ പാർട്ടി കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളെ പുറത്തേക്ക് വിടും. അതായത് റോഡിലിറങ്ങി ഇങ്ങനെ 2 റൗണ്ട്സൊക്കെ അടിച്ചിട്ട് വരുന്ന രീതിയിലേക്ക്. ബാക്കി ഇപ്പുറത്തുള്ള ആളുകളെ എന്ത് ചെയ്യും? അവരെ നേരെ സ്റ്റേഷൻ ഡ്യൂട്ടിക്കിടും. സ്റ്റേഷൻ ഡ്യൂട്ടിയാണ് കുറച്ച് പാടുള്ളത്. അപ്പോൾ ക്രൈമും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എപ്പോഴും ഡ്യൂട്ടികളാണ്. അപ്പോൾ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ മൊത്തത്തിൽ പൊളിച്ചെഴുതി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രാൻസ്ഫറാണ്. അതായത് 5 കൊല്ലമായിട്ട് സുഖപ്പണി ചെയ്തുകൊണ്ടിരുന്നവരെ എല്ലാം നേരെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് ഇട്ട് പണി കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് വെറുതെ നടന്നവരെയല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിഫോം ഒന്നുമില്ലാതെ വെറുതെ റോഡിലൂടെ ഇങ്ങനെ എസ്കോർട്ടും അല്ലെങ്കിൽ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ നടന്ന ഒരുപാട് പോലീസുകാരുണ്ട്. ഇവരെല്ലാം തിരിച്ച് പോലീസ് കുപ്പായ ഇട്ടുകൊടുത്ത് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യം UDF സർക്കാർ വന്നതിന് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ പോലീസുകാരെ എഫിഷ്യൻ്റ് ആക്കുക എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ജോലിയാണ്. പോലീസുകാർക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. പോലീസുകാർക്ക് രാഷ്ട്രീയമായാലും എന്താണ് സംഭവിക്കുന്നത്? ഒരു രാഷ്ട്രീയ കേസ് വരികയാണെങ്കിൽ എല്ലാ ആളുകൾക്കും രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ അവിടെ ചെല്ലുന്ന, ഇപ്പോൾ രാഷ്ട്രീയ കേസുകൾക്കല്ല, അല്ലാതെ ചെല്ലുന്ന ആളുകൾക്കാണെങ്കിൽ പോലും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അവരെ പരിധി വിട്ട് സഹായിക്കേണ്ട ഒരു അവസ്ഥ വരും. പരിധിക്കനുസരിച്ച്, അതായത് ഏത് പാർട്ടിയിലാണെങ്കിലും, UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും, ആ അനുഭാവത്തോടെ നിൽക്കുകയാണെങ്കിൽ ആ രീതിയിൽ വരുന്ന ആളുകളെ പരിധി വിട്ട് സഹായിക്കുന്ന ഒരു അവസ്ഥ പോലീസ് സേനയിൽ ഉണ്ടായിരുന്നു. അത് പാടില്ല. എല്ലാവരെയും ഒരേപോലെ, നിയമം എല്ലാവർക്കും ഒരേപോലെയല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം? പക്ഷേ പോലീസുകാർക്കൊരു സംഘടന ഉണ്ടെങ്കിലല്ലേ അവരുടെ
പല ആവശ്യങ്ങളും കൂട്ടായി ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു സംഘടനാ ശക്തി പോലീസുകാർക്കും വേണ്ടേ? അവർ സ്വതന്ത്രമായി മാത്രം നിന്നാൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ സാധിക്കും. അനാവശ്യ സംഘടനാ പ്രവർത്തനം എന്തിനു വേണ്ടിയിട്ടാണ്? കൊടി പിടിക്കാൻ വേണ്ടിയിട്ടാണോ പോലീസുകാരെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്? എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സംഘടനകൾ ഉള്ളത്. അപ്പോൾ അനാവശ്യമായിട്ട് കൊടി പിടിക്കാനും രാഷ്ട്രീയം കളിക്കാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും വേണ്ടിയിട്ട് പോലീസുകാരാകുന്നതും അധ്യാപകരാകുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തൊഴിലുണ്ട്. ഇപ്പോൾ ജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്നതാണ് പോലീസുകാരുടെ ആണെങ്കിലും മറ്റുള്ള ആളുകളെ, സർക്കാർ സംവിധാനത്തിലുള്ള ആളുകളുടെ ജോലി എന്ന് പറയുന്നത്. അവർ സേവകരാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് അത് ഉപേക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുക. ഇപ്പോൾ എത്രയോ പോലീസുകാർ അങ്ങനെ മാറിപ്പോകുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് തന്നെ നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. രാഷ്ട്രീയമുണ്ട്, എല്ലാ പോലീസുകാർക്കും രാഷ്ട്രീയമുണ്ട്. ഇപ്പോഴുള്ള പോലീസുകാർക്കാണെങ്കിലും എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന പോലീസുകാരാണെങ്കിൽ പോലും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം വേണമല്ലോ, പക്ഷെ അതൊരു സംഘടനയ്ക്ക് ചായ്വാകുമ്പോഴാണ്. അതെ, ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഞാൻ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാണ്. ഞാനൊരു ആവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു പാർട്ടിയിലുള്ള ഒരാളാണ് അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. എൻ്റെ ഭാഗത്താണ് ന്യായം എന്നിരിക്കെ പോലും ആ പോലീസുകാരൻ്റെ രാഷ്ട്രീയം ഏതാണോ അയാളോടൊപ്പമുള്ള രാഷ്ട്രീയമാണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് പോലീസ് നിലപാടെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ പൊളിച്ചുപണികൾ എപ്പോഴും നല്ലതാണ്. എന്താണെങ്കിലും ഇപ്പോൾ രമേശ് ചെന്നിത്തലയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, പോലീസ് അസോസിയേഷനുള്ള ആളുകളൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്, ഇടതു സംഘടനകളെല്ലാം വലിയ പിരിമുറുക്കത്തിലാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരാക്ഷേപവും ഇല്ല, എൻ്റെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണെങ്കിലും സർക്കാരുകൾ മാറി മാറി വരും. അപ്പോൾ ആ സർക്കാരിൻ്റെ നിലപാടിനനുസരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ സർക്കാരിൻ്റെ ചുമതലയാണ്. കാരണം UDF സർക്കാർ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള അതിനകത്തെ തെളിവുകളൊക്കെ ചോർന്നു പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നാണ് ഈ തെളിവുകൾ ചോർന്നു പോകുന്നതും മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്നതും ഈ മാധ്യമ പ്രവർത്തകർക്ക് പോലും ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ അതൊന്നും പോകാതെ കൃത്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ വന്നേ തീരും.